ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷമ്മോ സ്മാർട്ട് ഡിസൈൻസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വർക്കിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമ്മൾ ഇതിന് മുൻപും ഇതുപോലുള്ള ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. റയോൺ മെറ്റീരിയലിൽ വരുന്ന ഒരു സിമ്പിൾ വർക്കാണ് കേട്ടോ ഇതിൽ വരുന്നത്. അപ്പോൾ ഞാനിതിലിപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് നമ്മുടെ ക്ലോത്തിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും മാത്രമാണ് കേട്ടോ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ആദ്യം കാണിച്ചത് ഒരു ബോർഡാണ് കേട്ടോ, അതായത് പേപ്പർ ഉണ്ടല്ലോ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഫോൾഡ് ചെയ്ത് വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാർഡ് ബോർഡാണ് കേട്ടോ. പിന്നെ ഇതിലിതാ വരുന്നത് സ്ലീവ്സ് ആണ്. ഞാൻ ടോട്ടൽ 10 പീസാണ് കേട്ടോ ഇതിലെടുത്തിരിക്കുന്നത്. ടോട്ടൽ 10 പീസാണ്. അതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും പ്രത്യേകിച്ച് സെപ്പറേറ്റ് കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മുൻപ് സെയിം ഇതേ മെറ്റീരിയൽ റയോൺ മെറ്റീരിയലാണ് ഇതിൽ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ്സൊക്കെ കണ്ടില്ലേ, നമ്മൾ റെഡിമെയ്ഡായിട്ട് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സ്ലീവ്സ് ഡബിൾ XL സൈസിലാണ് കേട്ടോ ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്ലീവ്സ് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ വീട്ടിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സ്ത്രീകളാണല്ലേ, അപ്പോൾ അവർക്കൊക്കെ ഈ പറയുന്നത് പോലെ കറക്റ്റ് പക്കയായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷിങ്ങിലൊക്കെ കൊടുക്കുന്നവർക്ക് അറിയാം സ്ലീവ്സിൽ എത്രമാത്രം മെഷർമെൻറ്റിൽ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും അല്ലേ, കാരണം ഒരാൾ സ്റ്റിച്ച് ചെയ്യുന്നതും മെഷർമെൻറ്റും എടുക്കുന്ന രീതി ആയിരിക്കില്ല വേറൊരാൾക്ക് സൂട്ടായിട്ട് വരിക. അപ്പോൾ പലരും പല വിധത്തിലാണ്, ഇപ്പോൾ സ്ലീവ്സ് ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും നമ്മൾ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ അല്ലേ, പലർക്കും പല അഭിപ്രായങ്ങളാണ്. അതുപോലെ പലർക്കും ഈ പറയുന്നത് പോലെ പല മെത്തേഡുകളാണ് അല്ലേ. അപ്പോൾ ഷോപ്പുകളിലൊക്കെ കട്ട് ചെയ്യുന്ന ഒരു രീതി കണ്ടില്ല, ഇവർക്കിപ്പോൾ പ്രത്യേകിച്ച് നല്ല പക്കയായിട്ടുള്ള ഫിനിഷിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഞാനിപ്പോൾ ഈ കണ്ടയിൽ വെച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അവർക്ക് ഈ പറയുന്ന പോലെ മൊത്തത്തിൽ ബൾക്കായിട്ടൊക്കെ ആയിരിക്കുമല്ലോ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ജസ്റ്റ് അവർക്ക് അവരുടേതായ ഒരു മെഷർമെൻറ്റ് ഉണ്ടാവും, അതിൻ്റെ ഒരു രൂപത്തിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വിടുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ടോപ്പാവും, പക്ഷേ അതിൽ ഫിനിഷിങ് എന്നതാണ് മെയിനായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യുകയും കട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് വീട്ടിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നതും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മൾ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്ന സ്ത്രീകൾക്ക് അറിയാമല്ലോ എത്രത്തോളം നമ്മൾ ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് ഓർഡേഴ്സ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. നമ്മൾ ഈ ഷോപ്പുകളിലൊക്കെ കൊടുക്കുന്നത് പോലെ ലൂസ് സ്റ്റിച്ചോ അതുപോലെ ഒറ്റൊരു സ്റ്റിച്ചോ ഒന്നും നമ്മൾ കസ്റ്റമൈസ്ഡായിട്ടോ ഇല്ലെങ്കിൽ വീട്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് വീണ്ടും വീണ്ടും ഓർഡേഴ്സ് കിട്ടണമെങ്കിൽ അതിൻ്റേതായ രീതിക്കും ഫിനിഷിങ്ങിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതായത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക, പിന്നെ ലൂസ് സ്റ്റിച്ച് കൊടുക്കാതെ നോർമലായിട്ടുള്ള സ്റ്റിച്ചുകളൊക്കെ കൊടുത്താലാണ് നമുക്ക് വീണ്ടും ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അല്ലേ. പിന്നെ ഇപ്പോൾ അതാ ഇതിൽ കാണിക്കുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷനിൽ നെക്കിൻ്റെ ഭാഗത്ത് ക്രോസ് പീസ് മാത്രമേ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നോർമലായിട്ടുള്ള മോഡൽസാണ്. അതുപോലെ ഇതിൻ്റെ കളറാണെങ്കിലും ഡിസൈൻ ആണെങ്കിലും നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ സീബ്ര ലൈന് പോലെ നല്ലൊരു ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വന്നിട്ടുള്ളൊരു നല്ലൊരു മെറ്റീരിയലാണ്, ഡിസൈന് കൂടിയാണ് കേട്ടോ. പിന്നെ ഓപ്പൺ ഇല്ലാത്ത സാധാരണ എലൈൻ കട്ട് മോഡലാണ് വരുന്നത്, അതായത് എലൈൻ ടോപ്പാണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനും നമ്മൾ മുൻപ് കാണിച്ചതുപോലെ സെൻറ്ററിൽ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതും അതുപോലെ 10 ഇഞ്ചിൽ ഓപ്പൺ വരുന്ന രീതിക്കാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന മോഡലും ഈ ഒരു മോഡലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ആളിൻ്റെ നിന്ന് നമുക്ക് വെറൈറ്റി മോഡൽസ് കിട്ടും. അതുപോലെ കുറച്ച് നമുക്ക് റിസ്ക്കുള്ള പണിയും കൂടി ആയിരിക്കും കേട്ടോ. പക്ഷേ നമ്മൾ ആളിനെ മാറ്റുമ്പോൾ, അതായത് നമ്മുടെ വർക്ക് കിട്ടാതെ വേറൊരാളുടെ നിന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള ഓർഡറുകൾ മാത്രമേ കിട്ടാറുള്ളൂ. അതായത് അധികവും വരുന്നത് ഇതുപോലെ റയോൺ മെറ്റീരിയലും പിന്നെ സെൻറ്ററിൽ ഓപ്പൺ വരുന്ന ടൈപ്പും ആണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ഓർഡറാണ്. നമ്മൾ ചില സമയത്തൊക്കെ വിചാരിക്കാറുണ്ട് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഓർഡർ കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ കേട്ടോ. പക്ഷേ സിമ്പിളായിട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് അതിൻ്റേതായ റേറ്റ് മാത്രമേ കിട്ടാറുള്ളൂ. അപ്പോൾ ഇതിന് ആദ്യത്തേലും വെച്ചിട്ട് ഭയങ്കര റേറ്റ് കമ്മിയാണ് കേട്ടോ. അതായത് നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ആളിനേക്കാളും റേറ്റ് കമ്മിയാണ് ഈ ഒരു ടോപ്പിന് വരുന്നത്. പിന്നെ ഇതിൽ വരുന്നത് ഇതുപോലുള്ള ക്രോസ് പീസുകളാണ്. ക്രോസ് പീസുകൾ ചെറിയതായിട്ടായിരിക്കും ഉണ്ടാവുക, അതായത് നീളം കുറവായിരിക്കും. നമ്മൾ 2 പീസുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്തെടുത്തിട്ട് വേണം കേട്ടോ വലിയൊരു പീസാക്കിയിട്ട് ക്രോസ് പീസ് സെൻറ്റർ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇവരുടെ ഈ ഒരു ഓർഡറിലും ഇതുപോലുള്ള ക്രോസ് പീസുകൾ ഓൾറെഡി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കിട്ടാറ്. നമുക്ക് എപ്പോഴും കിട്ടുന്ന ഓർഡർ ആകുമ്പോൾ നമ്മളാണ് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ക്രോസ് പീസുകൾ കട്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരിക. പിന്നെ ഇതിൽ ഈ ഒരു ടോപ്പ് ഡബിൾ XL സൈസിലാണ് വന്നിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ലേബലുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്.
പിന്നെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമുക്ക് ഒരുപാട് കമൻസുകൾ വരാറുണ്ട് കേട്ടോ. വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഓർഡർ എവിടെ നിന്നാണ് കിട്ടുന്നത്, ഏതാണോ പ്ലേസ്, എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ കമൻസിൽ ഒരുപാട് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പഴയ വീഡിയോസിൻ്റെ ലിങ്കൊക്കെ കൊടുത്തിട്ട് ആ വീഡിയോസ് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോസിൽ റിപ്പീറ്റ് ചെയ്യരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് പഴയതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് കുറച്ച് ബട്ടൺസ് ആണ് കേട്ടോ. നമുക്ക് 10 ടോപ്പിലും വെക്കാൻ വേണ്ടിയിട്ടുള്ള 3 ബട്ടൺസ് വീതം കിട്ടിയിട്ടുണ്ട്. ഒരു ടോപ്പിൽ 3 എണ്ണമാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ നെക്കിൻ്റെ ഭാഗത്തൊന്നും അതുപോലെ ഓപ്പൺ വരുന്ന ഭാഗത്തൊന്നും കറക്റ്റ് സെൻറ്ററിൽ ഒന്നും കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. അത് നോർമലായിട്ട് എല്ലാതും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് തുന്നി പിടിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഓർഡറിൽ നമുക്ക് കാണാനായിട്ടുള്ളത്. പിന്നെ ഇതിലിപ്പോൾ നൂല് കൂടി ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ അത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി വിട്ടുപോയിട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്കുള്ള എല്ലാ അഭിപ്രായങ്ങളും സജഷൻസും സംശയങ്ങളും താഴെ കമൻറ്റ് കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.